അങ്ങനെ 89 എപ്പിസോഡുകൾ നീളുന്ന ഞങ്ങളുടെ മലേഷ്യൻ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ തിരിച്ച് കൊച്ചിയിലേക്ക് മടങ്ങും. മലേഷ്യയിൽ ഞങ്ങൾ ഏകദേശം 7 ദിവസത്തോളം സ്റ്റേ ചെയ്തു. ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്ന മിക്കവാറും സ്ഥലങ്ങൾ കാണാൻ കഴിഞ്ഞു. ചില സ്ഥലങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ വിസിറ്റ് ചെയ്തു. ചില ലൊക്കേഷൻസ് രാവിലെ പോകേണ്ടതാണ്, എന്നാൽ മറ്റു ചിലത് നൈറ്റും. ഞങ്ങൾ ടൂർ പാക്കേജിലല്ല വന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടി. പാക്കേജ് എടുക്കാത്തതിൻ്റെ റീസണും അതാണ്. 3 ദിവസം കൊണ്ട് ഇത്രയും ലൊക്കേഷൻസ് കവർ ചെയ്യണമെങ്കിൽ ടൈം കുറവേ കിട്ടുകയുള്ളൂ. പാക്കേജ് ആണെങ്കിൽ ലൊക്കേഷൻ വിസിറ്റും ട്രാവൽ പ്ലാൻസും ഒന്നും നമ്മൾ ചെയ്യേണ്ട എന്നതൊരു പോയിന്റാണ്. എന്നാൽ ഞങ്ങൾ ഇൻഡിവിജ്വലി പ്ലാൻ ചെയ്തപ്പോൾ പാക്കേജിനേക്കാളും കുറഞ്ഞ റേറ്റിൽ 7 ദിവസം സ്റ്റേ ചെയ്യാനും എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ ടൈമിൽ എക്സ്പ്ലോർ ചെയ്യാനും സാധിച്ചു. ട്രാവൽ ഡീറ്റെയിൽസും ലൊക്കേഷൻ ഡീറ്റെയിൽസും ഞങ്ങൾ മുൻ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് മലേഷ്യ ഞങ്ങൾക്ക് നൽകിയത്. എടുത്തു പറയേണ്ടത് ഇവരുടെ ടൂറിസം ബേസ് ചെയ്തിട്ടുള്ള വികസനങ്ങളും കെട്ടിടങ്ങളുടെ രൂപകൽപ്പനയും തന്നെയാണ്. ഇനി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഓവറോൾ വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങളുടെ ഈ മലേഷ്യൻ ട്രിപ്പ്. ഈവനിംഗ് ആണ് ഫ്ലൈറ്റെങ്കിലും ഞങ്ങൾ ഉച്ചയോടുകൂടി തന്നെ എയർപോർട്ടിലെത്തി. വന്നതിനേക്കാൾ കൂടുതൽ ലഗേജ് ഉള്ളതുകൊണ്ട് തന്നെ പാക്കിംഗ് ഒരു സമസ്യയായിരുന്നു. മലേഷ്യൻ എയർപോർട്ട് സെൽഫ് ചെക്ക് ആണ്. ഒരു കൗണ്ടറിൽ നിന്നും നമുക്ക് ഹെൽപ്പ് കിട്ടില്ല. ബോർഡിംഗ് പാസ് എടുക്കുന്നതും ലഗേജ് വേ ചെയ്യുന്നതും ലേബിൾ ചെയ്യുന്നതും എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ആദ്യമായി വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തു. അങ്ങനെ വളരെ നല്ല ഒരു ഇന്റർനാഷണൽ ട്രാവൽ കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ ട്രാവൽ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.